കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കോസ്റ്റ് ഷീറ്റ് എന്താണെന്നു. കോസ്റ്റ് ഷീറ്റിന്റെ പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കൂടി എക്സ്ട്രാ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് കുറച്ച് തിയറി ഭാഗം യൂണിറ്റ് 2 കുറച്ച് തിയറി ഭാഗം ഉണ്ട്. അതാണ് ഇന്ന് എടുക്കാൻ വേണ്ടി പോണത്. ഫസ്റ്റ് ആണെന്ന് പറഞ്ഞാല് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. കോസ്റ്റിങ്ങിന് പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. ഏറെക്കുറെ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞ തിയറി പോർഷൻസ് ഇതിൽ ഇനിയും ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ശ്രദ്ധിക്കുക. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ജോബ് കോസ്റ്റിംഗ് ആണ്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർ ജോബ് കോസ്റ്റിംഗ്, കോസ്റ്റ് ആർ കളക്ടഡ് ആൻഡ് അക്യുമുലേറ്റഡ് ഫോർ ഈച്ച് ജോബ് ഓർ വർക്ക് ഓർഡർ സെപ്പറേറ്റ്ലി. അത് ഓരോ ജോബിനും നമ്മൾ ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യുക, കോസ്റ്റ് കണക്കാക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാർ പെയിന്റിങ്ങിന്റെ ഒരു ജോലി ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ കാറിനും എന്ത് ചെയ്യാറും വ്യത്യസ്ത കളറിക്കാരും കസ്റ്റമേഴ്സിന് ആവശ്യം ഉണ്ടാവുക. അപ്പോൾ അവരുടെ ഇതനുസരിച്ച് നമ്മൾ ഡിഫറെന്റ് കളർ അതുപോലെ തന്നെ ഡിസൈൻസിലൊക്കെ എന്ത് ചെയ്യും, മാറ്റം വരുത്തും. അപ്പം ഓരോ ഇതനുസരിച്ചിട്ടുള്ള പ്രത്യേകത അനുസരിച്ചിട്ട് ഓരോ ജോലിക്ക് എന്താണ് കോസ്റ്റ് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് കണക്കാക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതിൽ എക്സാമ്പിൾ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പ്രിന്റിങ് അതുപോലെ തന്നെ കാർ റിപ്പയർസ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമ്പിൾ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് കോസ്റ്റിംഗ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ദി കോസ്റ്റ് ഈസ് എ ബിഗ് ജോബ്. ഈച്ച് കോൺട്രാക്ട് ഈസ് ഡിഫറെന്റ് ഫ്രം ദി other, used for large jobs like shipbuilding, constructions. അതായത് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബിഗ് ജോബാണ്. അതായത് വലിയ കോൺട്രാക്ട് ജോബിനൊക്കെ പ്രത്യേകം എന്താണ് കോസ്റ്റ് എന്ത് ചെയ്യാണ് കണക്കാക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറഞ്ഞാല് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല്. എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഓരോ കോൺട്രാക്റ്റിനും ഓരോ യൂണിറ്റ് ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കോസ്റ്റ് കണക്കാക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനി ഒരു പാലം നിർമ്മിക്കുന്നത് എങ്ങനെയാ, ആ നിർമ്മാണത്തിന് ആവശ്യമായ മുഴുവൻ കോസ്റ്റ് എന്ത് ചെയ്യുക, പ്രത്യേകമായിട്ടേക്കാർ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ബാച്ച് കോസ്റ്റിംഗ് ആണ്. ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ദിസ് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ്, കോസ്റ്റ് ആർ കാൽക്കുലേറ്റഡ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് ഐഡന്റിക്കൽ ഐറ്റംസ് പ്രൊഡ്യൂസ്ഡ് ടുഗദർ. അപ്പോൾ ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ്. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരുപോലെയുള്ള പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, ഒരു ബാച്ച് ആക്കുക. ഇപ്പൊ നമ്മൾ ഒരു ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യുക, ഒരു ഗ്രൂപ്പ് വൈസ് ആക്കില്ല നമ്മൾ. അതുപോലെ തന്നെ ഒരേപോലെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഒരു ബാച്ച് ആക്കി എന്ത് ചെയ്യുക, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു ബാച്ച് ആക്കിയിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, കോസ്റ്റ് കണക്കാക്കുന്ന പ്രോസസ്സാണ് എന്ത് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അതിൽ എന്ത് ചെയ്യണേ, ഇപ്പോ ഒരു മെഡിസിൻ ഒരു 10,000 മെഡിസിൻ എന്ത് ചെയ്യാ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എന്തായിരിക്കും, ആ 10,000 മെഡിസിന്റെയും ടോട്ടൽ കോസ്റ്റേക്കാരം നമ്മൾ എന്ത് ചെയ്യുക കണക്കാക്കുക. ഓരോ ബാച്ച് ആക്കിയിട്ട് ഇപ്പൊ ആ 10,000 മെഡിസിൻ അതിൽ ഇൻക്ലൂഡഡ് അല്ലേ, അപ്പൊ അതിന്റെ കോസ്റ്റേക്കാരം നമ്മൾ എന്ത് ചെയ്യുക ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല്. നെക്സ്റ്റ് ഫോർത്ത് വൺ എന്ന് പറഞ്ഞാല് യൂണിറ്റ് കോസ്റ്റിംഗ് ആണ്. യൂണിറ്റ് കോസ്റ്റിംഗ് അതിന് നമ്മൾ എന്തെന്ന് പറയും, സിംഗിൾ കോസ്റ്റിംഗ് എന്നും പറയും. യൂണിറ്റ് കോസ്റ്റിംഗ് ഓർ സിംഗിൾ കോസ്റ്റിംഗ്. അതിൽ ഇറ്റ് യൂസ്ഡ് വെൻ പ്രൊഡക്ട്സ് ആർ കണ്ടിന്യൂസ്ലി മാനുഫാക്ചർഡ് ആൻഡ് കോസ്റ്റ് ക്യാൻ ബി മെഷേർഡ് പെർ യൂണിറ്റ്. അതിൽ എങ്ങനെയാണ് കോസ്റ്റ് കണക്കാക്കുന്നത്? ഓരോ യൂണിറ്റിനാണ് കോസ്റ്റ് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. ഇതെന്താണ്, ഇതൊരു കണ്ടിന്യൂസ് എന്താണ്, ഒരു കണ്ടിന്യൂസ് പ്രൊഡക്ഷനുള്ള പ്രൊഡക്ട്സിനാണ് എന്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ വേണം, അതിനാണ് നമ്മൾ എന്ത് യൂസ് ആക്കുന്നത്, സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ് യൂസ് ആക്കുന്നത്. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു സിമെന്റ് കമ്പനി അല്ല ഒരു സിമെന്റ് ഫാക്ടറിയിൽ എന്ത് ചെയ്യാണ്, ഒരു ടൺ സിമെന്റിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യുക കണക്കാക്കുക. അപ്പൊ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കണ്ടിന്യൂസ് ആണുള്ളത്. ഒരു സിമെന്റിന്റെ ഒരു ടൺ എന്ന് പറയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വരുന്നതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ഐഡന്റിഫൈ ചെയ്യുന്നുള്ളൂ. അതാണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല്. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വെൻ പ്രൊഡക്ട്സ് ഗോ ത്രൂ സെവറൽ പ്രൊഡക്ഷൻ സ്റ്റേജസ്
Each stage's cost is calculated separately. It is used in case of chemicals, textiles and food products. പ്രോസസ് കോസ്റ്റിംഗ്, പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ പ്രോസസ് കോസ്റ്റിംഗ് എന്താണ്? ഒരു ഉൽപ്പന്നം, ഒരു പ്രൊഡക്റ്റ് പല ഫാക്ടറിയിലൂടെ, പല പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഓരോ പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കണക്കാക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അതായത് ഒരു പ്രൊഡക്റ്റ് എന്താ ചെയ്യുന്നത്? പല പ്രോസസ്സുകളിലൂടെ ആണ് എന്തായി വരുന്നത്? ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നിർമ്മിക്കുന്നത്. അപ്പം അതിൽ വരുന്ന ഓരോ ഘട്ടത്തിലും അതിന് എത്ര ചെലവ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഘട്ടത്തിലും അതിന്റെ ചെലവ് എന്ത് ചെയ്യും? കണക്കാക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറിയിലെ ക്യാപ്സ്, തൊപ്പിൽ അതിന്റെ പ്രൊഡക്ഷന് അത് ഓരോ സ്റ്റേജ് ആക്കിയിട്ട്, ഇപ്പൊ ആദ്യം സ്പിന്നിങ് സ്റ്റേജ്, അതുപോലെ തന്നെ വേവിങ്, ഫിനിഷിങ്, അങ്ങനെ 3 ഘട്ടങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? ഓരോ സ്റ്റേജിലും അതിന്റെ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കണക്കാക്കുന്നുണ്ട്. അതാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ 6th വൺ, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ എഴുതിയിട്ടെന്താ? ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ദി എന്റർപ്രൈസസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ റെൻഡറിംഗ് സർവീസ് സച്ച് ആസ് റെയിൽവേസ്, എയർവേസ്, ഹോസ്പിറ്റൽസ് എക്സെട്ര. ഇതെന്താണ്? സർവീസസ് നൽകുന്ന ഒരു ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യുക? ചെലവ് കണക്കാക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല്. എക്സാമ്പിൾ പറയാം. എങ്ങനെ പറഞ്ഞാലും മനസ്സിലായി. എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഒരു ബസ് സർവീസിൽ എന്താണ്? ഓരോ കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? പെർ കിലോമീറ്റർ, പെർ പാസഞ്ചർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു പാസഞ്ചർ എത്ര കിലോമീറ്റർ ആണ് പോകുന്നത്, ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് അയാൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, 7th പോയിന്റ്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? Used when a product is made of many components, cost for each part and the final products are calculated. It is used in case of motor cars, televisions. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് പല ഫാക്ടറിയുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഓരോ ഫാക്ടറിന്റെയും എന്ത് കണക്കാക്കണം? കോസ്റ്റ് നമ്മൾ കണക്കാക്കണം. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാറിന്റെ എഞ്ചിന്, അതുപോലെ തന്നെ ഗിയർ ബോക്സ്, ടയറ്, ഇതൊക്കെ എന്ത് ചെയ്യണമെന്നുണ്ട്? വ്യത്യസ്ത ഫാക്ടർ ആണല്ലോ. അപ്പം ഓരോന്നിനുള്ള ചെലവുകൾ നമ്മൾ എന്ത് ചെയ്യണം? കണക്കാക്കിയിട്ടാണ് ആ കാറിന്റെ ടോട്ടൽ ചെലവ് എന്ത് ചെയ്യാം? നമ്മൾ പറയാ. ആ കാറിന് ഗിയർ ബോക്സിന് എത്ര വന്നു, അതുപോലെ തന്നെ ടയറിന്റെ ചെലവ്, അതെല്ലാം കൂടി ടോട്ടലൈസ്ഡ് ചെയ്തിട്ടാണ് ഒരു കാറിന്റെ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുക? കണക്കാക്കുന്നത്. മനസ്സിലാവണില്ലേ? മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് യൂണിഫോം കോസ്റ്റിംഗ്. യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദി സ്റ്റാൻഡർഡൈസ്ഡ് പ്രിൻസിപ്പിൾ ആൻഡ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇറ്റ് ഹെൽപ്സ് ഫോർ പ്രൈസ് ഫിക്സിംഗ് ആൻഡ് കമ്പയറിംഗ് ഫേംസ്. അപ്പം യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിഫോം ഒരു ഐഡന്റിറ്റി ആണല്ലോ. അപ്പൊ യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ഒരേ പ്രോസസ്സിലുള്ള കമ്പനികൾ എന്ത് ചെയ്യുക? ഒരേ രീതിയിലുള്ള കോസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? യൂണിഫോം കോസ്റ്റിംഗ്. യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു സ്കൂളിൽ യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും സെയിം അല്ല. അപ്പൊ അതേ തന്നെയാണ് എന്ത്? യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാലും ഒരു കമ്പനിക്ക് എന്താണ്? അതേ രീതിയിലുള്ള കോസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്? യൂട്ടിലൈസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരുപാട് സിമെന്റ് കമ്പനികൾ ഉണ്ടല്ലോ. അപ്പോൾ വിവിധ സിമെന്റ് കമ്പനികൾ എന്ത് ചെയ്യാണ്? ഒരേ തരത്തിൽ എന്ത് ചെയ്യാണ്? കോസ്റ്റ് കണക്കാക്കുന്നതിലൂടെ അവരെന്ത് ചെയ്യും? അവരുടെ പ്രൈസ്, ഇത്ര പ്രൈസ് വരും എന്നുള്ളത് എന്ത് ചെയ്യും? ഐഡന്റിഫൈ ചെയ്യാൻ എന്താണ്? ഹെൽപ്ഫുൾ ആണ് എന്ത്? യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അതായത് യൂണിഫോം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ഒരേ മാർക്കറ്റുള്ള അല്ലെങ്കിൽ ഒരേ കമ്പനികൾ എന്ത് ചെയ്യുക? ഒരേ രീതിയിലുള്ള കോസ്റ്റിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ടൈപ്സ് ഓഫ് കോസ്റ്റിംഗിൽ
ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുള്ളത് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റർമൈൻ മാർജിനൽ കോസ്റ്റ് വൈൽ ഡിഫറൻഷിയേറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് വേരിയബിൾ കോസ്റ്റ് മാത്രം പരിഗണിക്കുന്ന ഒരു കോസ്റ്റിംഗ് മെത്തേഡാണ് എന്തെന്ന് പറഞ്ഞത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ എന്തല്ല, ഫിക്സ്ഡ് കോസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, അവര് ഇൻക്ലൂഡ് ആക്കുന്നില്ല. അതുപോലെ തന്നെ പ്രോഫിറ്റ്, അതുപോലെ നമ്മളെ പ്രൈസ് എത്ര വരും എന്നുള്ളത്, അതുപോലെ തന്നെ വാങ്ങണോ അല്ലെങ്കിൽ മേക്ക് ഓർ ബൈ ഡിസിഷൻസ് അതിന് എന്ത് ചെയ്യുന്നില്ല. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർജിനൽ കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ഇതിനെ നമ്മൾ വേരിയബിൾ കോസ്റ്റിംഗ് എന്നും വിളിക്കും. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് വേരിയബിൾ കോസ്റ്റ്. അത് ഞാൻ അവിടെ എഴുതിയിട്ടില്ല. അപ്പൊ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് മാത്രം പരിഗണിക്കുന്ന ഒരു പ്രോസസ് ആണ്. അതിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. അതുപോലെ തന്നെ പ്രോഫിറ്റ്, പ്രൈസ് എത്ര വേണമെന്നുള്ളത് നമ്മൾ പറയുമല്ലോ, അത്, പിന്നെ മേക്ക് ഓർ ബൈ ഡിസിഷൻസ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇതിന് നമ്മൾ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് വേരിയബിൾ കോസ്റ്റിംഗ്. ഇതിനെ നമ്മൾ വേരിയബിൾ കോസ്റ്റിംഗ് എന്നും വിളിക്കുന്നു. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ, അതുപോലുള്ള ചെലവുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അത് കൂടാതെ അവർ ഇൻക്ലൂഡ് ആക്കുന്നില്ല. ഓഫീസിന്റെ റെന്റ്, മാനേജ്മെന്റിന്റെ സാലറി, അതൊന്നും എന്ത് ചെയ്യില്ല, ഉൾപ്പെടുത്തുന്നില്ല ആ ഒരു കോസ്റ്റിംഗിൽ. ഡയറക്റ്റ് മെറ്റീരിയലിന്റെയും ലേബറിന്റെയും കോസ്റ്റ് മാത്രമാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ആക്കുന്നത്. മറ്റൊന്നും എന്ത് ചെയ്യുന്നില്ല, അവർ ഇൻക്ലൂഡ് ആക്കണില്ല. അതാണ് മാർജിനൽ കോസ്റ്റിംഗിന് ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചാർജിങ് ആൾ കോസ്റ്റ്, ബോത്ത് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ് ഓപ്പറേഷൻ. ആൾ കോസ്റ്റ് ആർ അബ്സോർബ്ഡ് ബൈ ദ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് വേരിയബിളിന്റെ കോസ്റ്റുകളും, അതുപോലെ തന്നെ ഫിക്സ്ഡ് വേരിയബിളിന്റെ കോസ്റ്റുകൾ പ്രൊഡക്റ്റിന്റെ കോസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് എന്ത് കണക്കാക്കുന്നത്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കോസ്റ്റ് എന്താണ്, അബ്സോർബ്ഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് എന്ത്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. പിന്നെ പറയാന്നുണ്ടെങ്കിൽ ആൾ കോസ്റ്റ് ഓക്കെ, ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ നമ്മൾ ആൾസോ നോൺ ആസ് ഫുൾ കോസ്റ്റിംഗ്. സ്പെസിഫിക് ടൈമിൽ അല്ലെങ്കിൽ സ്പെസിഫിക് പീരീഡിൽ നമ്മൾ അതിനെ എന്തും കൂടി വിളിക്കുന്നുണ്ട്, ഫുൾ കോസ്റ്റിംഗ് എന്നും വിളിക്കുന്നുണ്ട്. അതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു എക്സാമ്പിൾ പറയാണ്. എക്സാമ്പിൾ പറയുമ്പോൾ, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട മെറ്റീരിയൽ, ലേബർ, ഇലക്ട്രിസിറ്റി കൂടാതെ എന്ത് വേണം, അതിന്റെ റെന്റ്, മാനേജ്മെന്റിന്റെ റെന്റ്, സാലറി, ടോട്ടലൈസ്ഡ് ഉള്ള കോസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അതാണ് അതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ. നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് ആക്ച്വലി ഇൻകേർഡ് കോസ്റ്റ്, യൂസസ് ആക്ച്വൽ കോസ്റ്റ് റാദർ ദാൻ എസ്റ്റിമേറ്റ്സ്. അപ്പം ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താ, അപ്പൊ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് ഇതുവരെ സംഭവിച്ചിട്ടുള്ള ആക്ച്വൽ കോസ്റ്റുകളെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന ഒരു കോസ്റ്റിംഗ് ആണ് എന്തെന്ന് പറഞ്ഞാല് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല്. ഇതെന്താണ്, ആക്ച്വലി ഇൻകേർഡ് കോസ്റ്റ്. അപ്പം ഇതുവരെ സംഭവിച്ചിട്ടുള്ള ആക്ച്വൽ കോസ്റ്റുകളെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്നതാണ് എന്ത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. നമ്മളെ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കോസ്റ്റിംഗ് ചെയ്യുന്നത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. അതായത് ആഫ്റ്റർ കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ഐഡന്റിഫൈ ചെയ്യുക. അപ്പം ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ആണ് പല കമ്പനികളും എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, കോസ്റ്റ് ആർ പ്രീ ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റ്സ് ആൻഡ് പാസ്റ്റ് ഡാറ്റ, ഹെൽപ്സ് ഇൻ ബഡ്ജറ്റിംഗ് ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് എന്താണ്, നമ്മൾ ഉൽപ്പന്നങ്ങൾക്ക് ആദ്യം നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള
കോസ്റ്റുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രൈസ് നമ്മൾ എന്ത് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല്. അപ്പം പിന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് ആർ ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റ് ആൻഡ് ഹെൽപ്സ് ഇൻ ബഡ്ജറ്റ് ആൻഡ് പെർഫോമൻസിൽ. ഇത് എന്ത് ചെയ്യും, പിന്നീട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ച്വൽ കോസ്റ്റുമായിട്ട് എന്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല്. പിന്നെ ഇതിലെ നമ്മള് വേരിയൻസ്, അതായത് എത്ര വ്യത്യാസങ്ങൾ നമ്മള് കോസ്റ്റിന്റെയും അതുപോലെ തന്നെ പ്രോഫിറ്റിന്റെയും വേരിയൻസ്, അതുപോലെ ലോസിന്റെയും പ്രോഫിറ്റിന്റെയും വേരിയൻസ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേണ്ടി പറയാൻ പോകുന്നത് റോൾ ഓഫ് അക്കൗണ്ടന്റ്. അതിൽ നമ്മൾ ആദ്യം 3 മേജർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു കോസ്റ്റ് അക്കൗണ്ട് ഈസ് ബേസിക്കലി റെസ്പോൺസിബിൾ ഫോർ ദി ഫോളോയിങ് 3 മേജർ ആക്ടിവിറ്റീസ്. ഒരു കോസ്റ്റ് അക്കൗണ്ടിനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള 3 ആക്ടിവിറ്റീസ് ഏതാ? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താ, സപ്പോർട്ടിംഗ് ടോപ്പ് മാനേജ്മെന്റ് വിത്ത് കോസ്റ്റ് റിലേറ്റഡ് റിപ്പോർട്ട്സ് ലൈക്ക് പ്രോഫിറ്റബിലിറ്റി, കോസ്റ്റ് അനാലിസിസ്, വേരിയൻസ് അനാലിസിസ് എക്സെട്ര. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ്, പ്രോഫിറ്റ്, വേരിയൻസ് അനാലിസിസ്, ഇതൊക്കെ എന്ത് ചെയ്യാണ്, ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുക, മാനേജ്മെന്റിന് കൊടുക്കുക. അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ്, പ്രോഫിറ്റ്, വേരിയൻസ് അനാലിസിസ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുക, മാനേജ്മെന്റിന് നൽകുക. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താ, പ്രിപ്പയർ ആൻഡ് മെയിൻറ്റെയിൻ കോസ്റ്റ് റെക്കോർഡ്സ് ഫോർ ലീഗൽ കംപ്ലയിൻസ്. കോസ്റ്റ് റെക്കോർഡ്സ് ആർ ഡിഫറെന്റ് ഫ്രം ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ലീഗൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, റെക്കോർഡ്സ് നമ്മള് അതെന്ത് ചെയ്യാ, ഒരു റെക്കോർഡ്സ് പ്രിപ്പയർ ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എന്തിനു വേണ്ടി, ഒരു ലീഗൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ എന്താ പറയുക, കോസ്റ്റ് റെക്കോർഡ്സ് ആർ ഡിഫറെന്റ് ഫ്രം ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. കോസ്റ്റ് റെക്കോർഡ്സ് എന്താണ്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ നിന്നും എന്താണ്, ഡിഫറെന്റ് ആണ്. പിന്നെ തേർഡ് പോയിന്റ്, കോസ്റ്റ് കൺട്രോൾ ഫങ്ഷൻസ് ആസ് ഡയറക്റ്റഡ് ബൈ സീനിയർ മാനേജ്മെന്റ് ഹെൽപ്പിംഗ് വിത്ത് കറക്റ്റീവ് ആക്ഷൻസ്. സീനിയർ മാനേജ്മെന്റിന്റെ സീനിയർ മാനേജ്മെന്റിന്റെ നിർദ്ദേശം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ, കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാ, വിലയിരുത്തും. ഇപ്പൊ ഒരു മുതിർന്ന സീനിയർ മാനേജ്മെന്റ് ഒരു നിർദ്ദേശിച്ചു, ഈ കോസ്റ്റ് ഇത്ര പ്രൈസിലേ പാടുള്ളൂ, അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പൊ ഒരു സീനിയർ മാനേജ്മെന്റ് നിർദ്ദേശപ്രകാരം നമ്മൾ എന്ത് ചെയ്യുക, ചെലവ് കോസ്റ്റുകൾ എന്ത് ചെയ്യുക, വിലയിരുത്തുക, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുക. അതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. കൺട്രോൾ കോസ്റ്റ് ഫങ്ഷൻസ് ആസ് ഡയറക്റ്റഡ് ബൈ സീനിയർ മാനേജ്മെന്റിന്റെ ഇതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഹെൽപ്പിംഗ് വിത്ത് കറക്റ്റീവ് ആക്ഷൻസ്. അതിന് ഇനി വേറെ എന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻസ് വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സഹായത്തോടെ നമ്മൾ എന്ത് ചെയ്യുക, സീനിയർ മാനേജ്മെന്റിന് ആ കോസ്റ്റ് കൺട്രോൾ എന്ത് ചെയ്യുക, സ്വീകരിക്കാന്നുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾസ് ആണ്. എന്ത്, കോസ്റ്റ് അക്കൗണ്ടന്റിനുള്ള ഇമ്പോർട്ടൻറ്റ് റോൾസ്, എന്തൊക്കെ റോൾസ് ആണ് കോസ്റ്റ് അക്കൗണ്ടന്റിന് ഉള്ളത് എന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താ, എസ്റ്റാബ്ലിഷസ് എ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഹിസ് കൺസേൺ. അപ്പം സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യുക, ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുക, സ്ഥാപിക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല്. സെക്കൻഡ് എന്താ പറയുന്നത്, ഡിറ്റർമൈൻസ് ദി കോസ്റ്റ് ഇൻഫോർമേഷൻ നീഡ്സ് ഓഫ് ഡിഫറെന്റ് മാനേജേഴ്സ്. അപ്പൊ കോസ്റ്റിങ്ങിന്റെ ഡീറ്റെയിൽസ്, കോസ്റ്റിങ്ങിന്റെ ഇൻഫർമേഷൻസ് എവിടെയാണ് ആവശ്യമായിട്ട് വരുന്നത്, കോസ്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഇൻഫർമേഷൻസും ഏത് മേഖലയിലാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്ത് ചെയ്യാം, നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. തേർഡ് പോയിന്റ് എന്താ, ഡെവലപ്പ് എ മാനുവൽ വിച്ച് സ്പെസിഫൈസ് ദി ഫങ്ഷൻസ് ടു ബി പെർഫോംഡ് ബൈ ദി കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ്.
ഒരു മാനുവൽ എന്ത് ചെയ്യാ, ഡെവലപ്പ് ചെയ്യുക. എന്താണ് മാനുവൽ എന്ന് പറഞ്ഞാല്? ഒരു കോസ്റ്റ് മാനുവൽ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് മാനുവൽ എന്ന് പറഞ്ഞാല്? കോസ്റ്റ് മാനുവൽ. കോസ്റ്റ് മാനുവൽ എന്ന് പറഞ്ഞാല് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ കോസ്റ്റ് അക്കൗണ്ടിങ് വിഭാഗം ഉണ്ടാവുമല്ലോ, അതെങ്ങനെ, ഏത് രീതിയിൽ അത് പ്രൊഡക്ഷൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഗൈഡാണ് എന്തെന്ന് പറഞ്ഞത്, കോസ്റ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അതായത് കോസ്റ്റ് മാനുവൽ എന്ന് പറയുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് അക്കൗണ്ടിങ് വിഭാഗം ഉണ്ടാവുമല്ലോ, ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് വിഭാഗത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഗൈഡാണ് എന്ത്, കോസ്റ്റ് മാനുവൽ എന്ന് പറഞ്ഞാല്. ഇത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, കോസ്റ്റ് മാനുവൽ. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ അണ്ടർസ്റ്റാൻഡബിൾ ആക്കി തരുന്നുണ്ട്. അതാണ് കോസ്റ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ് കോസ്റ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മൾ എന്താന്ന് പറഞ്ഞു, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു 4 മെത്തേഡ്സ് പറയുന്നുണ്ട്. ഏതൊക്കെ? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അസർടൈൻമെന്റ്, സെക്കൻഡ് കോസ്റ്റ് കമ്പാരിസൺ, തേർഡ് കോസ്റ്റ് റിഡക്ഷൻ, ഫോർത്ത് കോസ്റ്റ് കൺട്രോൾ ആൻഡ് റിപ്പോർട്ടിങ്. അപ്പം കോസ്റ്റ് അസർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഇൻവോൾവ്സ് ഐഡന്റിഫൈയിങ് ആൻഡ് ക്ലാസിഫൈയിങ് ആൾ ടൈപ്സ് ഓഫ് കോസ്റ്റ്. അതായത് എല്ലാ കോസ്റ്റുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എല്ലാ ചെലവുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? കോസ്റ്റ് ആർ ഡിവൈഡഡ് ഇൻടു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഡയറക്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റ് ഒക്കെ. അപ്പൊ കോസ്റ്റിനെ എത്ര ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ഡയറക്റ്റ് കോസ്റ്റ് ആക്കിയിട്ടും ഇൻഡയറക്റ്റ് കോസ്റ്റ് ആക്കിയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോസ്റ്റ് അസർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോസസ്സ്. അതെന്താണ്? കോസ്റ്റിന്റെ ആൾ ടൈപ്സ് ഓഫ് കോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷനും ഐഡന്റിഫൈയിങ് ആൻഡ് ക്ലാസിഫൈയിങ് ആൾ ടൈപ്സ് ഓഫ് കോസ്റ്റ്, അതടങ്ങിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറഞ്ഞാല് കോസ്റ്റ് അസർടൈൻമെന്റ് പറഞ്ഞാല്. അതിന്റെ കോസ്റ്റിന് 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇനി ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻടു ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. അപ്പം ഇൻഡയറക്റ്റ് കോസ്റ്റിനെ എന്താക്കി, കുറച്ച് ഡിപ്പാർട്ട്മെന്റ് ആക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ്? ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഓക്കെ, ഈ ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ തിയറി ബേസ് ആക്കിയിട്ടും പറഞ്ഞിട്ടുണ്ട് എന്താണ് അതൊക്കെ എന്നുള്ളത്. എന്നിട്ടാണ് പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് അതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി സെക്കൻഡ് പോയിന്റ്, കോസ്റ്റ് കമ്പാരിസൺ. അത് പറയുമ്പോൾ തന്നെ എന്തുണ്ട്, കോസ്റ്റ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് തമ്മിൽ നമ്മൾ എന്താ കമ്പയർ ചെയ്യാം. നമുക്ക് ഏതൊക്കെ തരം കോസ്റ്റുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ഒക്കെ പറഞ്ഞു. അപ്പം കോസ്റ്റ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ഫസ്റ്റ് എന്താണ്? സെറ്റ് എ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ഈച്ച് പ്രൊഡക്റ്റ്. ഓരോ പ്രൊഡക്റ്റിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പയർ സ്റ്റാൻഡേർഡ് കോസ്റ്റ് വിത്ത് ആക്ച്വൽ കോസ്റ്റ് ആഫ്റ്റർ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ പ്രൊഡക്ഷന് ശേഷം നമ്മൾ ആക്ച്വൽ കോസ്റ്റിന് സ്റ്റാൻഡേർഡ് കോസ്റ്റിനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് കമ്പാരിസൺ അതിൽ തന്നെ ഉണ്ടല്ലോ അല്ലെ, കമ്പയർ. അപ്പം കോസ്റ്റ് കമ്പയർ സ്റ്റാൻഡേർഡ് കോസ്റ്റ് വിത്ത് ആക്ച്വൽ കോസ്റ്റ് ആഫ്റ്റർ പ്രൊഡക്ഷന് ശേഷം സ്റ്റാൻഡേർഡ് കോസ്റ്റിന് ആക്ച്വൽ കോസ്റ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ട്. ഇഫ് ദർ ഇസ് എ ഡിഫറൻസ്, the cost accountant finds the reason and suggest corrective actions. അപ്പം ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഡിഫറൻറ്റ് ഉണ്ടാകുന്നത് എന്നുള്ള നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് എന്ത് ചെയ്യുക, കണ്ടില്ലേ, സജസ്റ്റ് കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. അതാണ് അതിൽ പറയുന്നത്.
അപ്പം കോസ്റ്റ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോ പ്രൊഡക്റ്റിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് കണക്കാക്കുന്നുണ്ട്. പിന്നെ അതെന്താ ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ ആക്ച്വൽ കോസ്റ്റുമായിട്ട് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. ആഫ്റ്റർ പ്രൊഡക്ഷന് ശേഷം സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ ആക്ച്വൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുക. പിന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താണ്? എന്തുകൊണ്ടാണ് ഡിഫറൻസ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്തിട്ട് കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് എന്ത് ചെയ്യുക? എടുക്കുക. അതാണ് കോസ്റ്റ് കമ്പാരിസൺ എന്ന് പറഞ്ഞാല്. പിന്നെ തേർഡ് എന്താ? കോസ്റ്റ് റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിക്രീസ്, കുറക്കുക അല്ലെ? കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെലവ് കുറക്കുക. അതിലെന്താ പറയുന്നത്? അനലൈസസ് വേസ് ടു റെഡ്യൂസ് കോസ്റ്റ് ബേസ്ഡ് ഓൺ കറന്റ് സിറ്റുവേഷൻസ്. അതായത് കറന്റ് സിറ്റുവേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് കറന്റ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. അപ്പം ഹെൽപ്സ് ഇൻ ഡിസിഷൻ ലൈക്ക് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത്? ഇപ്പൊ മേക്ക് ഓർ ബൈ എ പ്രൊഡക്റ്റ്. നമ്മളിപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളൊരു ചിന്ത. അല്ലെങ്കിൽ എന്താണ്? ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ തന്നെ നിർമ്മിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? പുറത്തുനിന്ന് വാങ്ങണോ? ഇനി ഹയർ വർക്കേഴ്സ് ഓർ ഓട്ടോമേറ്റ്. നമ്മൾ എന്ത് ചെയ്യാ? ഇതിപ്പോ ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് ഒരു വർക്കറിന് ആവശ്യമുണ്ടോ? നമ്മൾ തന്നെ ചെയ്യണോ? ഇനിയിപ്പോ ഒരു ലേബറിനെ വെക്കുകയാണെങ്കിൽ തന്നെ ഏത് തരത്തിലുള്ള ലേബറിനെയാണ് നമ്മൾക്ക് ആവശ്യമായിട്ട് വരിക എന്നുള്ളത് എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? സെറ്റപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ഓർ ഔട്ട്സോഴ്സിങ്. ഔട്ട്സോഴ്സിങ് വേണോ? പിന്നെ എന്താ പിന്നെ എന്ത് പറയാ? ഇപ്പൊ ഏത് തരത്തിലുള്ള മെഷീൻസ് ആണ് നമുക്ക് ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വരുന്നത്? അതൊക്കെ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. അതാണ് കുറച്ച് ഡിസിഷൻസ് നമ്മൾ എടുക്കാൻ വേണ്ട ഡിസിഷൻസ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞേ? കോസ്റ്റ് എന്ത് ചെയ്യുക? കുറക്കുക. കോസ്റ്റ് എങ്ങനെ കുറക്കുക എന്നാ പറഞ്ഞത്? കറന്റ് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് കുറക്കുക. അതിന്റെ ഏതൊക്കെ ഡിസിഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടി വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പറയാൻ പോകുന്നത് തേർഡ് പോയിന്റ്. അത് രണ്ടും തേർഡ് എന്നാണല്ലേ? അതൊന്ന് ഫോർത്ത് ആക്കണേ. ഫോർത്ത് പോയിന്റ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് റിപ്പോർട്ടിങ്. കോസ്റ്റ് കൺട്രോൾ ആൻഡ് റിപ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽപ്സ് മാനേജ്മെന്റ് ബൈ പ്ലാനിങ് സ്ട്രാറ്റജീസ് ടു കൺട്രോൾ കോസ്റ്റ്. മാനേജ്മെന്റ് ഒരു കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനിങ് സ്ട്രാറ്റജി എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പം ചെലവുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എന്തുണ്ടാക്കുക? ഒരു മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുക? രൂപപ്പെടുത്തുക. പിന്നെന്താ? പ്രിപ്പയർ കോസ്റ്റ് റിപ്പോർട്ട് ടു അനലൈസ് കമ്പനി പെർഫോമൻസ്, ഐഡന്റിഫൈസ് weak areas and suggest improvement for the future. അപ്പം പ്രിപ്പയർ കോസ്റ്റ് റിപ്പോർട്ട്സ് അല്ലേ? ടു അനലൈസ് കമ്പനീസ് പെർഫോമൻസ്. അപ്പൊ ഒരു കോസ്റ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മാനേജ്മെന്റിന്റെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ ഇത് നന്നാക്കാനും വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കണ്ടെത്താനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഓക്കെ അല്ലേ? അതാണ് പറഞ്ഞത്. ഐഡന്റിഫൈ വീക്ക് ഏരിയാസ്. ഏത് ഏരിയയിലാണോ നമ്മളൊരു മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഏത് ഏരിയയിലാണോ നമ്മൾ വീക്ക് ആയിട്ടുള്ളത്, അത് നമ്മൾ എന്ത് ചെയ്യുക? സജസ്റ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഫ്യൂച്ചർക്ക് അത് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സജസ്റ്റ് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്കൊന്നുകൂടി ഫസ്റ്റ് എന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് പഠിച്ചു. എത്ര തരം കോസ്റ്റിംഗ് ആണുള്ളത്? 8 എണ്ണം അല്ലേ? 8 കോസ്റ്റിംഗ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ജോബ് കോസ്റ്റിംഗ് ആണ്. സെക്കൻഡ് വൺ കോൺട്രാക്ട് കോസ്റ്റിംഗ്. തേർഡ് ബാച്ച് കോസ്റ്റിംഗ്. ഫോർത്ത് സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ്. ഫിഫ്ത്ത് പ്രോസസ് കോസ്റ്റിംഗ്. പിന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ്. ഇതിൽ എല്ലാ തരം കോസ്റ്റിംഗും ഇപ്പൊ എന്താന്ന് നമ്മൾ പറഞ്ഞു.
പിന്നെ പറഞ്ഞത് എന്താ, ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. 4 തരം ടൈപ്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെ? മാർജിനൽ കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എസ്എക്ക് ചാൻസ് ഉണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പറഞ്ഞത് എന്താ, റോൾ ഓഫ് കോസ്റ്റ് അക്കൗണ്ടന്റ്. ഒരു അക്കൗണ്ടന്റിന്, കോസ്റ്റ് അക്കൗണ്ടന്റിന് വേണ്ട റോളുകൾ ഏതൊക്കെയാന്ന് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള 3 ആക്ടിവിറ്റീസും പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ഇമ്പോർട്ടന്റ് റോൾസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്ത് പറഞ്ഞു, ആ റോളിൽ നമ്മളൊരു കോസ്റ്റ് മാനുവൽ വേണം. കോസ്റ്റ് മാനുവൽ എന്തായിരുന്നു? കോസ്റ്റ് മാനുവൽ എന്ന് പറഞ്ഞാല് എന്തായിരുന്നു, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് അക്കൗണ്ടിങ് വിഭാഗം എങ്ങനെ പ്രവർത്തിക്കണം, അത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഗൈഡാണ് എന്തെന്ന് പറഞ്ഞാല് കോസ്റ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ ആ കോസ്റ്റ് മാനുവലിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് ടൈപ്സ് പറഞ്ഞു. ഏതൊക്കെ? കോസ്റ്റ് അസർട്ടൈൻമെന്റ്, കോസ്റ്റ് കമ്പാരിസൺ, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കൺട്രോൾ ആൻഡ് റിപ്പോർട്ടിംഗ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി സെക്കൻഡ് യൂണിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ് മുതൽ തേർഡ് യൂണിറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പ്രോബ്ലം പേപ്പർ ആണ്. പ്രോബ്ലം എടുക്കുന്ന ടൈമിൽ നിങ്ങൾ നോക്കിയാലേ അത് പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. തിയറി ഒക്കെ നമുക്ക് പിന്നെയും എഴുതി പാസ്സായി പോവാം. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് കൂടുതലും പ്രോബ്ലം ആണ് ചോദിക്കുക, തിയറി കുറവാണ് ചോദിക്കല്. അപ്പൊ പ്രോബ്ലം പേപ്പർ തിയറി എടുക്കുന്ന ടൈമിൽ നിങ്ങൾ ഒന്നും കൂടി ആക്റ്റീവ് ആവാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോ യൂണിറ്റ് 3 അടുത്ത ക്ലാസ് മുതൽ എടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.